ഹലോ, ഞാൻ ഗ്രീൻ പാർക്കിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. കളയാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇടുന്നത്. ഗ്രീൻ പാർക്കിലെ മുകളിലത്തെ റൂമിൽ നിന്ന് പുറകിലോട്ട് നോക്കുമ്പോഴുള്ള വൈകുന്നേരത്തെ വ്യൂ ആണ് ഇത്. അപ്പോൾ വൈകുന്നേരത്തെ വ്യൂ ഇതാവണമെങ്കിൽ ഇതായിരിക്കും കിഴക്ക് ഭാഗം. ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നതാണോ ഇഷ്ടം, അതോ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്നതാണോ ഇഷ്ടം? അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് സൂര്യൻ അസ്തമിക്കാനാണ് കേട്ടോ ഇഷ്ടം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അസ്തമിക്കുമ്പോഴത്തേക്കും ഒത്തിരി പ്രതീക്ഷകളുണ്ട്, നാളെ ഉദിക്കാം അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ കാത്തിരിക്കുന്നതിനാണോ കാത്തിരുന്ന് കഴിഞ്ഞ് കാണുന്നതിനാണോ കൂടുതൽ ഭംഗി? സത്യം പറഞ്ഞാൽ കാത്തിരിക്കുന്നതിനാണ് ഭംഗി കൂടുതൽ. ഈ വെളിച്ചില്ലേ, ഇതിങ്ങനെ മാതാവിൻ്റെ മുഖത്താണ് തട്ടണം കേട്ടോ. അപ്പോൾ മാതാവിൻ്റെ ഇവിടെ സ്വാഭാവികമായിട്ടൊരു പടത്തിൽ തന്നെ ഒരു ഓറയുണ്ട്. ആ ഓറ ഒന്നോടെ തിളങ്ങും കണ്ടോ, നല്ല ഭംഗിയില്ലേ. കണ്ടോ, ഈ വോളിലൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഇവിടെ കയറി വരാൻ ഇഷ്ടമാണ്, നല്ല രസമാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് യൂണിവേഴ്സ്. ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യം പറയാമല്ലോ, എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ യൂണിവേഴ്സിന് നമുക്ക് തരാണ്ടിരിക്കാൻ പറ്റില്ല. വീഡിയോയിൽ എനിക്ക് നിങ്ങളെ ആ ഭംഗി കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറന്ന് വന്നേക്കണം ഇങ്ങോട്ട്. ഏതാ ദിവസം എന്നറിയോ? ഇന്ന് ദീപാവലി ദിവസമാണ്. അപ്പോൾ സൂര്യൻ തന്നെ വന്നിട്ട് ദീപം തെളിയിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിനി എന്തായാലും മാതാവിനൊരു ദീപം തെളിയിച്ചിട്ട് പോകാം. ലക്ഷ്മീദേവിക്കുള്ള ദീപങ്ങൾ നമുക്ക് താഴെ പോയി കത്തിക്കാം. എന്തായാലും എല്ലാ ദൈവങ്ങളും ഒന്നാണ്, എനിക്കങ്ങനെ ഡിഫറൻസിയേഷനൊന്നുമില്ല. മനുവേട്ടൻ്റെ ഒരു വർക്കർ ഇവിടെ വന്നിരുന്നേ, അപ്പം എന്തോ എടുക്കാൻ വന്നതാണ്, കനമുള്ള സാധനമായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ ഇവിടെ മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് അയാൾ ചോദിക്കാം, സാറ് ഹിന്ദു ആണ്, മാഡം ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഞാനിവിടെ ഈ ഫോട്ടോ വെച്ചേക്കണുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ കാത്തോലിക്കും, മനു ഹിന്ദുവാണ്, താഴെ മുഴുവൻ ഹിന്ദു ദൈവങ്ങൾ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഒരു നീല കൊന്തയുണ്ട്. എന്നിട്ട് നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാം. സൂര്യൻ പോണേന് മുമ്പ് ചൊല്ലാം. സൂര്യൻ ഏകദേശം പോകാറായി. അയ്യോ, ആ ഭംഗി നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ. ഉണ്ടോ, കടലിയിട്ട് പോണ പോലെ ഇങ്ങനെ പോകാറായി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ടും ഈ മെഴുകുതിരി കത്തിച്ചുകൊണ്ടും മാതാവ് എനിക്ക് ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തരുന്ന നന്മകളിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എപ്പോഴും. ഞാനൊരു പൂക്കിരിയുടെ ഇവിടെ മേടിച്ച് തൂക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കത്തും, കാണിച്ചുതരാം. എൻ്റെ രാജാക്കന്മാരെ രക്ഷിക്കണേ. സൂര്യൻ അസ്തമിച്ച് ഫുള്ളായി. അപ്പോൾ ഇത് ഇവിടെ ഒരു റോഡൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് പുറകും കാണാൻ വേണ്ടിയിട്ട്.